ഏറ്റവും ശക്തരായ ഹൾക്കിൻ്റെ വേർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം പറയേണ്ടത് നമുക്കതിൽ ഏറ്റവും സുപരിചിതനായ ഇൻക്രെഡിബിൾ ഹൾക്കിനെ പറ്റിയാണ്. എല്ലാ ഹൾക്ക് വേർഷൻസും ബേസ് ചെയ്തിരിക്കുന്നത് ഇൻക്രെഡിബിൾ ഹൾക്കിൽ നിന്ന് തന്നെയാണ്. മാർവലിൽ തന്നെയല്ല, കോമിക് വേൾഡിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായിട്ട് തന്നെയാണ് ഹൾക്കിനെ കണക്കാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ റേജ് കൂടുന്നതിനനുസരിച്ച് ഹൾക്കിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അടുത്തതായിട്ട് പറയേണ്ടത് റെഡ് ഹൾക്കിനെ പറ്റിയാണ്. റെഡ് ഹൾക്കിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കോസ്മിക് റേഡിയേഷൻ വരെ റെഡ് ഹൾക്കിന് അബ്സോർബ് ചെയ്യാൻ കഴിയും. എന്തിന്, സിൽവർ സർഫറിൻ്റെ സർഫർ ബോർഡ് വരെ റെഡ് ഹൾക്ക് റൈഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ഹൾക്കിൻ്റെ ബേസ് 1 ലെവലിൽ തന്നെ സേവേജ് ഹൾക്കിൻ്റെ പവറിനെ മറികടക്കാൻ സാധിക്കും. പക്ഷേ റെഡ് ഹൾക്കിൻ്റെ വീക്ക്നെസ് എന്നാൽ കൂടുതൽ എനർജി ആവും തോറും കൂടുതൽ റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്യും. ഈ കാരണം കൊണ്ട് കൂടുതൽ ഹീറ്റ് പുറപ്പെടുവിച്ച് ഓവർ ഹീറ്റായിട്ട് തൻ്റെ ഹ്യൂമൻ ഫോമിലേക്ക് റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെടുമെന്നതാണ്. അടുത്തതാണ് മൈസ്ട്രോ ഹൾക്ക്. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലുള്ള ഒരു ഹൾക്കിൻ്റെ ഫ്യൂച്ചർ ഫോമാണ് ഇത്. ഹൾക്കിൻ്റെ ഈ വെർഷൻ മാർവലിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൺമാൻ്റെ ഹെൽമെറ്റും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും വുൾവറിൻ്റെ ആഡമൻറ്റ് സ്കെൽട്ടൺ തുടങ്ങിയ ഒരുപാട് ട്രോഫീസ് അടങ്ങിയ ഒരു ട്രോഫി റൂം തന്നെ ഈ ഹൾക്കിനുണ്ട്. മൈസ്ട്രോ ഹൾക്കിന് ഇതൊക്കെ സാധ്യമാവാൻ കാരണം പ്രൊഫസർ ഹൾക്കിൻ്റെ ഇൻ്റലിജൻസും സാവേജ് ഹൾക്കിൻ്റെ ബ്രൂട്ട് സ്ട്രെങ്ത്തും കമ്പൈൻ ചെയ്തൊരു വേർഷനാണിത്. അതിന് പുറമെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലായതിൻ്റെ റേഡിയേഷനും മൈസ്ട്രോ ഹൾക്കിൻ്റെ സ്ട്രെങ്ത്തിന് കാരണമാണ്. ഹൾക്കിൻ്റെ അടുത്ത സ്ട്രോങ്ങസ്റ്റ് വേർഷനാണ് ഗ്രീൻ സ്കാർ ഹൾക്ക്. എർത്തിൽ ഹൾക്കിൻ്റെ പ്രസൻസ് ഒരു ത്രെട്ടായി കണ്ട ഇലുമിനാറ്റി ഹൾക്കിനെ എർത്തിൽ നിന്ന് എജക്ട് ചെയ്തു. അവിടെ നിന്ന് ഹൾക്ക് ലാൻഡ് ചെയ്തത് സക്കാറിലാണ്. അവിടെ വെച്ച് ഗ്ലാഡിയേറ്ററായി മാറിയ ഹൾക്ക് പുതിയ പേരിൽ അറിയപ്പെട്ടു, ഗ്രീൻ സ്കാർ ഹൾക്ക്. ഗ്ലാഡിയേറ്ററായിട്ട് ഫൈറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഹൾക്കിൻ്റെ കോമ്പാറ്റ് സ്കിൽസ് വർദ്ധിച്ചു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് സക്കാറിൻ്റെ ലീഡറായിട്ട് വരെ ഹൾക്ക് മാറി. ഹൾക്കിൻ്റെ ഈ വേർഷനെ ഇൻസ്പയർ ചെയ്തതാണ് തോർ റാഗ്നറോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഹൾക്കിൻ്റെ അടുത്ത പവർഫുൾ വേർഷനാണ് ഇമ്മോർട്ടൽ ഹൾക്ക്. ഹൾക്കിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള പവർഫുൾ ഫോമായിട്ടാണ് ഇമ്മോർട്ടൽ ഹൾക്കിനെ കണക്കാക്കുന്നത്. ഹൾക്കിൻ്റെ ഈ വേർഷൻ താനടക്കമുള്ള എല്ലാ ഗാമ ബീയിങ്സിൻ്റെ ഓറിജിൻ പവർ എല്ലാം വരുന്നത് വൺ അബവ് ഓൾ എന്ന ബീയിങ്ങിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. വൺ അബവ് ഓളിൻ്റെ പവർ കൊണ്ട് ഫ്യൂവൽ ചെയ്ത ഹൾക്ക് ഇമ്മോർട്ടലായിട്ട് മാറുന്നു. ഹൾക്കിൻ്റെ ഈ വേർഷന് സ്പിരിറ്റ്സിനെ വരെ കാണാൻ സാധിക്കും. അയൺമാൻ്റെ ഹൾക്ക് ബസ്റ്റർ സൂട്ട് വരെ ഒറ്റ പഞ്ച് കൊണ്ട് ഇമ്മോർട്ടൽ ഹൾക്ക് തകർത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് ആയ ഹൾക്കിൻ്റെ മറ്റൊരു വേർഷനാണ് വേൾഡ് ബ്രേക്കർ ഹൾക്ക്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഹൾക്കിൻ്റെ ഒറ്റ ഫുഡ് സ്റ്റെപ്പ് കൊണ്ട് വേൾഡ് തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട്. വേൾഡ് വാർ ഹൾക്ക് ഇഷ്യൂ 3 ഇത് സംഭവിച്ചത്. സക്കാറിൻ്റെ റേഡിയേഷൻ മുഴുവൻ അബ്സോർബ് ചെയ്തതിനാലാണ് ഹൾക്ക് ഇത്ര സ്ട്രോങ് ആയത്. വേൾഡ് ബ്രേക്കർ ഹൾക്കിൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് അവഞ്ചേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ഈ പീക്ക് ഫോമിൽ തൻ്റെ ഫുൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ വേൾഡ് വാർ ഹൾക്കിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഹൾക്കിൻ്റെ ഈ വേർഷനെ ഹൾക്കിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷനായിട്ട് കണക്കാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.